രാജ്യം ഉറ്റുനോക്കുന്ന നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്ന് വരികയാണ്. ബീഹാർ ആര് ഭരിക്കും? ഇനി വളരെ കുറച്ച് സമയം മാത്രമേ അതറിയാൻ നമുക്ക് മുന്നിലുള്ളൂ. 243 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ 8 മണിയോടെയാണ് ആരംഭിക്കുന്നത്. 9 മണിയോടെ ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. എക്സിറ്റ് പോൾ ഫലങ്ങൾ വൻ വിജയം പ്രവചിച്ചതോടെ വലിയ ആവേശത്തിലാണ് NDA ക്യാമ്പ്. ജനങ്ങൾ നൽകിയ എക്സാറ്റ് പോളിൽ വൻ വിജയം നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ് മഹാഗഡ്ബന്ധൻ. 38 ജില്ലകളിലായി 46 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ. എല്ലാ സമഗ്ര കവറേജുമായി അമൃത ന്യൂസും പ്രേക്ഷകർക്കൊപ്പമുണ്ട്. ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലുമുള്ള ആ വോട്ടെണ്ണലിന്റെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഏതായാലും നമുക്ക് ആ സമഗ്രമായ ഈ വാർത്തകളിലേക്ക് പോകണം. ആര് വാഴും ആര് വീഴും? എന്നുള്ള ആ മാന്ത്രിക സംഖ്യയിലേക്ക് NDA ആണോ എത്തുക, മഹാഗഡ്ബന്ധനാണോ എത്തുക എന്നുള്ളതാണ് പ്രധാനമായി ഉയരുന്ന ചോദ്യം. അതിൽ ഏറ്റവും പ്രധാനം ഒരുവിധം എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും NDAക്കാണ് ഒരു ഭരണ തുടർച്ച പ്രവചിക്കുകയാണ്. പക്ഷേ ഈ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ ഒരു മുന്നണി ഉണ്ടാക്കും, ഭരിക്കും എന്നുള്ളതാണ്. മുന്നണിയല്ല, തേജസ്വി യാദവ് ഭരിക്കും എന്നാണ് മഹാഗഡ്ബന്ധൻ ഇന്ന് പുറത്തിറക്കിയ ഒരു പോസ്റ്ററിൽ തന്നെ പറയുന്നത്. ഏതായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ KK പ്രശാന്ത് നൽകും. പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ 122 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനം. ആ മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ ആർക്ക് കഴിയും എന്നുള്ളതാണ് ചോദ്യം. വലിയ പ്രതീക്ഷയോടെയാണ് NDAയും ഒപ്പം തന്നെ മഹാഗഡ്ബന്ധനും ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. നിരവധി വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി, ദേശീയ തരത്തിലുള്ള വിഷയങ്ങൾ, ഒപ്പം സംസ്ഥാനവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളാണ് ഉയർന്നു വന്നത്. ഏതായാലും വോട്ടെണ്ണൽ ആരംഭിക്കാൻ പോവുകയാണ്. വിവരങ്ങൾ അഖില, ഗുഡ് മോർണിംഗ്. ഏതായാലും വലിയ ആവേശത്തോടുകൂടി രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഇനി ആരാണ് ഇതിലേക്ക് എത്തുക, അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏറ്റവും പ്രധാനമായി നിരവധി വിഷയങ്ങളാണ് ബീഹാറിൽ ചർച്ചയായത്. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഈ സഖ്യങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, ഇതൊക്കെ തന്നെ ബീഹാറിൽ പ്രധാനപ്പെട്ടത് തന്നെയായിരുന്നു. 243 സീറ്റിലേക്കാണ് 2 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. 69.12% പോളിംഗ് ശതമാനമായി ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 9%-ലധികം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ആ ഒരു സാഹചര്യത്തിലാണ് ആർക്കായിരിക്കും ഇത് അനുകൂലമാകുമോ എന്ന ആശങ്കയിൽ ഒക്കെ തന്നെ നിലനിൽക്കുന്നത്. ഈ പോളിംഗ് ശതമാനം ഉയർന്നത് ഒരു സമയത്ത്, അതായത് ബീഹാറിന്റെ തുടക്ക സമയത്തൊക്കെ തന്നെ ആരാണോ ഭരിച്ചിരിക്കുന്നത് അവർക്കെതിരായിട്ടാണ് പോളിംഗ് ശതമാനം ഉയർന്നു പോന്നിരുന്നത്. പക്ഷേ പിന്നീട് അതിന് മാറ്റം വരുന്നതൊക്കെ കണ്ടതാണ്. പക്ഷേ ഈ മാറ്റങ്ങളൊന്നും തന്നെ ഇവർ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ആ സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ വർധനവ്, സ്ത്രീ വോട്ടർമാർ കൂടുതലായി വോട്ട് ചെയ്തത്, ഒപ്പം തന്നെ ഓരോ മണ്ഡലത്തിലും ഉണ്ടായ വോട്ടുകളുടെ എണ്ണത്തിലുണ്ട വർധനവ്, ഇതൊക്കെ തന്നെ ഈ പോളിംഗ് ശതമാനത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. മാത്രമല്ല, ബീഹാറിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാകുന്ന ഒരു ഘട്ടമെന്ന് പറയുന്നത് നക്സൽ ബാധിത മേഖലകളൊക്കെ തന്നെ ബീഹാറിൽ ഉണ്ടായിരുന്നു. ആ മേഖലകളിൽ നിന്ന് കൂടുതൽ വോട്ടർമാർ ഓരോ മേഖലയിലേക്കും ഓരോ സ്ഥലത്തേക്കും എത്തിയെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരു ഘട്ടത്തിൽ, ഒരു സമയത്തൊക്കെ തന്നെ 3 മണി വരെ മാത്രം പോളിംഗ് നടന്നിരുന്ന ബീഹാറിലെ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എല്ലായിടത്തും ഇത്തവണ 5 മണി വരെ പോളിംഗ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യമൊക്കെ തന്നെ ഈ പോളിംഗ് ശതമാനം ഉയരാൻ ഗുണകരമായിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഒപ്പം തന്നെ SIR ഉണ്ട്. ഏതായാലും ഇനി അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, തേജസ്വി യാദവിന്റെ ഉയർച്ച ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നിതീഷ് ഭരണത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നതൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ തവണ തുടക്കത്തിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP ഉയർന്നു വരുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ കണ്ടതാണ്. പക്ഷേ എങ്കിൽ പോലും BJPക്ക് സർക്കാർ ഉണ്ടാക്കാൻ നിതീഷിന്റെ പിന്തുണ വേണ്ടി വന്നു. അതോടുകൂടി തന്നെ കുറവ് സീറ്റ് ഉണ്ടായിരുന്ന നിതീഷിനെ മുഖ്യമന്ത്രിയാക്കേണ്ടി വന്നു. അങ്ങനെ ചില വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ മഹാസഖ്യത്തെ ഈ ഭരണത്തിന്റെ പാതയിൽ നിന്ന് മാറ്റി നിർത്തിയത്. ഇത്തവണയും അതേ രീതി തന്നെയായിരിക്കും തുടരുക. കാരണം ഇതിനൊരു മുഖ്യമന്ത്രി മാറ്റം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് NDA നേതാക്കൾ വ്യക്തമാക്കുന്നത്. പക്ഷേ അപ്പുറത്ത് പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. സാമ്രാജ് ചൗധരി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ JDUവിന്റെ ഭാഗത്തുണ്ട്. ഇത് ഇപ്പുറത്ത് മറ്റ് നിരവധിയായ നേതാക്കളൊക്കെ തന്നെയുണ്ട്. സ്വാഭാവികമായും JDUവിന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ BJPയുടെ ഭാഗത്തു നിന്നും പ്രധാനപ്പെട്ട നേതാക്കൾ, വിജയൻ സിൻഹ അടക്കമുള്ള BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. ഇതൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സാമ്രാജ് ചൗധരി, വിജയകുമാർ സിൻഹ, ഈ 2 പേരുകളിലാണ് BJP കേന്ദ്രീകരിക്കുന്നത്. അങ്ങനെ വന്നാൽ ഇത് തന്നെ ഈ നിതീഷ് തന്നെ തുടരുമോ? ഭരണം തുടരും, പക്ഷേ നിതീഷ് തന്നെ ഉണ്ടാകുമോ എന്നതൊക്കെ തന്നെ ചർച്ചയുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ NDA നേതാക്കൾ പറയുന്നത് അതിലൊരു തർക്കത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നിതീഷ് കുമാറാണ് സർക്കാരിനെ ഭരിക്കുന്നത്, അദ്ദേഹത്തിന് കൂടി കിട്ടുന്ന അംഗീകാരമായിരിക്കും വിജയം എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഏതായാലും ആഘോഷങ്ങളുടെ ഒരു
തിടുക്കത്തിലേക്ക് തന്നെ NDA എത്തി നിൽക്കുന്നത്. 500 കിലോ ലഡു ഇതിനകം തന്നെ NDA നേതാക്കൾ തയ്യാറാക്കി വിവിധ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഒരുക്കങ്ങൾ, അതായത് ഒരു പക്ഷേ ഈ സർവേ ഫലങ്ങളൊക്കെ വന്നതിന്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കണം ഇത്തരത്തിലൊരു നീക്കമുണ്ടായിരുന്നത്. മാത്രമല്ല താഴെത്തട്ട് മുതൽ BJPയുടെ സംഘടനാ സംവിധാനം നമുക്കറിയാം. താഴെത്തട്ട് മുതൽ അവർ കൃത്യമായി കണക്കുകൾ എടുത്തിട്ടുണ്ട്. ആ കണക്കുകൾ അനുസരിച്ച് ഇത്രയും അനുകൂലമായ ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് അവർ വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല കൂടുതൽ സ്ത്രീ വോട്ടർമാരെ ഇറക്കാൻ BJPക്ക് കഴിയുന്നു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, കൂടുതൽ നിലവിലുണ്ടായിരുന്ന MLA-മാരെ കൂടുതലായി മത്സരിപ്പിക്കാനുള്ള ശ്രമമൊക്കെ തന്നെ BJPയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അങ്ങനെ നിർണായക നീക്കങ്ങൾ BJPയുടെ ഭാഗത്ത് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് നമ്മൾ. മറുവശത്ത് മഹാസഖ്യത്തെ സംബന്ധിച്ച് ആദ്യം വലിയ ആത്മവിശ്വാസം, വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷകൾ അവസാനം വരെ അവർക്ക് കാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പക്ഷേ തുടക്കത്തിൽ ആ ആത്മവിശ്വാസം പൂർണ്ണമായി മുന്നോട്ട് പോയില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ആ തുടക്കം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ SIR-മായി ബന്ധപ്പെട്ട്, വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ പോരാട്ടം, പ്രതിഷേധമൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവ് ഒക്കെ നടത്തുന്നു. വോട്ടർ അധികാർ യാത്ര നടത്തുന്നു. ബീഹാർ അധികാർ യാത്ര തേജസ്വിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നു. ഈ ഒരു സമയത്തിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ സഖ്യത്തിലാകെ ഉലച്ചിലുണ്ടാകുന്നു. ആ ഉലച്ചിൽ താഴെത്തട്ടിലേക്ക് എത്തിയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് കോൺഗ്രസും RJDയും തമ്മിൽ സീറ്റ് ധാരണകൾ ഉണ്ടാകാതെ വരുന്നു. അതിനുശേഷം മറ്റു ചില പാർട്ടികൾ വരുന്നു. അങ്ങനെ സ്വാഭാവികമായും ഇത് വലിയ പ്രശ്നമായി തന്നെ മാറുന്ന ഒരു സഖ്യത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഒടുവിൽ ഇതൊക്കെ പരിഹരിച്ചു എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ അവകാശപ്പെടുമ്പോഴും ചിലയിടത്തെങ്കിലും സൗഹൃദ മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. ആ സൗഹൃദ മത്സരങ്ങൾ ആർക്ക് ഗുണകരമായി എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അഖില, പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തിയതിനു ശേഷം, ജാതി സർവേ നടപ്പാക്കിയതിനു ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ് ബീഹാറിനെ സംബന്ധിച്ച് കാലാകാലങ്ങളായി ജാതി സമവാക്യങ്ങൾ ബീഹാറിന്റെ ഒരു ഭരണത്തെ തീർച്ചയായും സ്വാധീനിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഇക്കുറിയും ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഈ പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിയുടെ ഒരു മുന്നേറ്റം എങ്ങനെയായിരിക്കും? 4% വരെ വോട്ട് നേടും എന്നുള്ള ചില എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒപ്പം തന്നെ 20 സീറ്റ് വരെ നേടും എന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളും ഉണ്ട്. അഖില, നമുക്കറിയാം ബീഹാറിന്റെ രാഷ്ട്രീയം ജാതി സമവാക്യങ്ങൾക്കൊപ്പം തന്നെ നിന്നു പോകുന്നതാണ്. എല്ലാ കാലവും അങ്ങനെ തന്നെയാണ്. അത് ഇത്തവണയും അത് തുടരുക തന്നെയാണ് ഉണ്ടായിരുന്നത്. ഓരോ മേഖലയിലെയും ജാതി സമവാക്യങ്ങൾ തിരിച്ച് തന്നെയാണ് സ്ഥാനാർത്ഥികളെയൊക്കെ തന്നെ നിർത്തിയത്. ആ വിഭാഗങ്ങൾക്ക് മുൻകൈ കിട്ടുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ നിർത്തുന്നു. അത്തരം നീക്കങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ അതൊക്കെ തന്നെ പ്രതിഫലിക്കുമെന്ന്, അതിൽ മറ്റു മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ആ യാദവരുടെ വോട്ട് എത്രത്തോളം ആർക്കൊക്കെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്, കുശ്വാഹകളുടെ വോട്ടുകൾ ആരിലേക്കൊക്കെ എത്തി, ഇതൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സ്വാഭാവികമായും 90% വോട്ട് ഈ മേഖലയിൽ നിന്നൊക്കെ തന്നെ നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തരത്തിൽ നേട്ടമുണ്ടാകുമെന്ന് തന്നെയാണ് NDA പ്രതീക്ഷിക്കുന്നത്. മറുവശത്ത് ഇതിലൊക്കെ തന്നെ വിള്ളൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞ്, വികസനം പറഞ്ഞ് ഈ ജാതി സമവാക്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ചില നീക്കങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മഹാസഖ്യ നേതാക്കൾ അവസാന വട്ടവും അവകാശപ്പെടുന്നത്. മറ്റൊന്ന് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയാണ്. ഈ പാർട്ടി വലിയ സീറ്റ് നേടുമെന്ന് വളരെ ചുരുക്കം സർവേകൾ മാത്രമാണ് പറയുന്നത്. ചില സർവേകൾ പോലും ഒരു സീറ്റും പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് കിട്ടില്ല. അതിനൊരു കാരണം കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു സമയത്ത് പ്രശാന്ത് കിഷോർ നേരിട്ട് മത്സരിക്കും എന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പക്ഷേ പ്രശാന്ത് കിഷോർ പിന്നോട്ട് പോകുന്നതാണ് കണ്ടത്. പലയിടത്തും ജൻസുരാജ് പാർട്ടി മാത്രമാണ് മത്സരിച്ചത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സീറ്റുകൾ വലിയ രീതിയിൽ ഉണ്ടാകില്ല എന്നൊരു നീക്കത്തിലേക്ക് വരുന്നത്. പക്ഷേ ഈ 4 മുതൽ അല്ലെങ്കിൽ 1 മുതൽ 4% വരെ വോട്ട് ഈ പാർട്ടി നേടിയാൽ അവിടെയാണ് പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്. നമുക്കറിയാം കുറെ കാലമായി കോൺഗ്രസും മഹാസഖ്യം അല്ലെങ്കിൽ പ്രതിപക്ഷ സഖ്യമൊക്കെ ആരോപിക്കുന്നത് ഈ ഒവൈസിയുടെ പാർട്ടി എവിടെയൊക്കെ മത്സരിക്കുന്നുണ്ടോ അവിടെയൊക്കെ തന്നെ പ്രതിപക്ഷ വോട്ടുകളിലാണ് വിള്ളലുണ്ടാക്കുന്നത്. അത് BJPക്ക് NDAയുടെ ഭാഗമായി നിൽക്കുന്ന ഘടകകക്ഷികൾക്ക് അനുകൂലമാകും. ബീഹാറിലും ഒവൈസി ഉണ്ട്. ഈ ബീഹാറിൽ ഒവൈസിക്ക് പുറമെയാണ് പ്രശാന്ത് കിഷോർ കൂടി എത്തുന്നത്. സ്വാഭാവികമായി ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് ആർക്ക് ഗുണകരമാകും? ഈ തരത്തിൽ വോട്ടുകൾ ചിന്നിച്ചിതറിപ്പോവുകയും വളരെ കുറച്ച് വോട്ടുകൾ നേടുന്ന അല്ലെങ്കിൽ വലിയ രീതിയിൽ ഈ ഇത്തരത്തിൽ ഭരണവിരുദ്ധ വികാരം നേരിടുന്ന പാർട്ടി അത് വിജയത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്യും. അതാണ് ഈ 4% വോട്ടിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ചെറിയ വ്യത്യാസത്തിൽ ജയിക്കുന്ന സീറ്റുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഹരിയാനയിലൊക്കെ കണ്ടത് പല ഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. വളരെ കുറഞ്ഞ വോട്ടുകൾക്ക് 1000, 1200, 800, 400 വോട്ടിനൊക്കെ മണ്ഡലങ്ങൾ പിടിച്ച സ്ഥലങ്ങളുണ്ട് BJP. ഇവിടെയൊക്കെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഭിന്നതകൾ BJPക്ക് ഗുണകരമായിട്ടുണ്ട്. അത് ബീഹാറിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. ജൻസൂരജ് ആരുടെ മേൽ കറുത്ത കുതിരയായി മാറും എന്നുള്ള, ആരുടെ വോട്ടുകളിൽ കറുത്ത കുതിരയായി മാറും
എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും ഇതുവരെ വരുന്ന കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ ഈ 4% അതിന് മുകളിലേക്ക് വോട്ടിലേക്കൊക്കെ ജൻസുരാജ് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോയാൽ അത് പ്രതിപക്ഷ വോട്ടുകളിൽ തന്നെയായിരിക്കും ഒരുപക്ഷെ വിള്ളലുകൾ ഉണ്ടാക്കുക എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം മഹാസഖ്യം അല്ലെങ്കിൽ NDA ഈ ഏതെങ്കിലും ഒരു തരത്തിൽ വളരെ ചെറിയ സീറ്റുകളുടെ വ്യത്യാസത്തിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു തൂക്ക് മന്ത്രിസഭയിലേക്കോ കാര്യങ്ങളൊക്കെ തന്നെ പോകുകയാണെങ്കിൽ ഇത്തരം 1 സീറ്റും 2 സീറ്റും കിട്ടുന്ന പാർട്ടികളൊക്കെ തന്നെ നിർണായകമാണ്. ആ സമയത്ത് അവരെടുക്കുന്ന നിലപാടുകൾ, നിർണായക നീക്കങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബീഹാറിനെ സംബന്ധിച്ച്. പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ നിർണായകമായ മണിക്കൂറിലൂടെയാണ് ബീഹാർ കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും NDA എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ, അതായത് ഈ എക്സിറ്റ് പോളുകൾ പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ NDA എന്തൊക്കെ നീക്കങ്ങളായിരിക്കും നടത്തുക എന്നുള്ളതാണ് പ്രധാനം. ഒപ്പം RJD ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ചില പോസ്റ്ററുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. തേജസ്വി സർക്കാർ രൂപീകരിക്കും എന്ന തരത്തിൽ. അത്തരത്തിൽ വലിയ ആത്മവിശ്വാസം എങ്ങനെയാണ് RJDക്ക്, അതായത് ഇത്രയും അധികം എക്സിറ്റ് പോൾ പോലും RJD അല്ലെങ്കിൽ മഹാഗഠബന്ധൻ ഒരു സർക്കാർ ഉണ്ടാക്കില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു ആത്മവിശ്വാസം RJDക്ക് നൽകുന്നത്? കാരണം തൊഴിലില്ലായ്മ അടക്കം നിരവധി വിഷയങ്ങൾ RJDക്ക് ഈ ഘട്ടത്തിൽ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ NDA നേതാവും ഒപ്പം തന്നെ സ്ഥാനാർത്ഥിയുമായ ഒരാൾ ജൻസുരാജ് പാർട്ടിയിലെ പ്രവർത്തകൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഘട്ടത്തിലൊക്കെ അത് വലിയ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പ്രശാന്ത്, അതും ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ ആളുകളെ ബാധിച്ചിട്ടുണ്ടോ, വോട്ടെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടോ? അഖില, ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച തുടക്കത്തിൽ, അതായത് ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു, ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. ആ സമയത്തൊക്കെ തന്നെ വലിയൊരു എഡ്ജ് പ്രധാനമായും പ്രതിപക്ഷ സഖ്യത്തിന് ഉണ്ടായിരുന്നു നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതില്ലാതാക്കിയത് ഈ സീറ്റ് വിഭജന ചർച്ചകൾ തന്നെയാണ്. കാരണം ബീഹാറിനെ സംബന്ധിച്ച് നിരവധിയായ വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വികസനവുമായി ബന്ധപ്പെട്ട്, ഒപ്പം തന്നെ മറ്റ് പല വിഷയങ്ങളും, അടിസ്ഥാന വികസനം, യുവാക്കളുടെ തൊഴിലില്ലായ്മ, നിരവധിയായ പ്രശ്നങ്ങൾ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ. പക്ഷേ ബീഹാറിൽ അത്തരം വിഷയങ്ങൾ നിൽക്കുമ്പോൾ BJPയും അതുപോലെ തന്നെ JDUവും പറയുന്നത് ഇത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമാണ്, അതിൽ നിന്ന് ബീഹാർ എന്തോരം മാറി, എത്രമാത്രം മാറി എന്നുകൂടി ചിന്തിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് മഹാസഖ്യം പറയുന്നത് നിങ്ങൾ കേൾക്കൂ എന്നാണ് ജനത്തിനോട് പറഞ്ഞത്. മാത്രമല്ല മഹാസഖ്യത്തിന്റെ അല്ലെങ്കിൽ RJDയുടെ സമയത്തുണ്ടായിരുന്ന ഗുണ്ടാ രാജിലേക്ക്, മറ്റ് ജംഗിൾ രാജിലേക്കൊക്കെ തന്നെ പോകണോ, അതോ ഇപ്പോൾ പോകുന്ന പോലെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണമോ എന്നുള്ളതാണ്. നിങ്ങൾ മുന്നോട്ട് വെച്ച പൂർണ്ണമായും ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഇനി വരുന്ന സമയത്ത് അതൊക്കെ നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളതാണ് NDA വ്യക്തമാക്കിയത്. മറുവശത്ത് തേജസ്വിയെ സംബന്ധിച്ചും RJDയെ സംബന്ധിച്ച് അവർ ഉന്നയിച്ച നിരവധി പ്രശ്നങ്ങൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അത് ബീഹാറിന്റെ ഒരു വസ്തുത തന്നെയാണ്. കാരണം മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ബീഹാറിൽ വികസനം പൂർണ്ണമായും പല സ്ഥലങ്ങളിലേക്കും എത്തിയിട്ടില്ല. വികസന പ്രശ്നങ്ങളുണ്ട്, ഒപ്പം തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്, വിദ്യാലയങ്ങളുടെ കുറവുകളുണ്ട്, അതോടൊപ്പം തന്നെ തൊഴിൽ പ്രശ്നം വളരെ രൂക്ഷവുമാണ്. ബീഹാറിൽ ഇപ്പോൾ ഡൽഹിയിലേക്ക് പോലും എത്തിയാൽ നിരവധിയായ ബീഹാറികൾ ഡൽഹിയിൽ പലയിടത്തും ജോലി ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷേ കേരളത്തിലേക്ക് വന്നാലും അവിടെയൊക്കെ ഉണ്ടാകും. അത് ഈ പറയുന്ന പോലെ അയൽ സംസ്ഥാനങ്ങളിലെ കൂടുതൽ ഡൽഹിയിലേക്ക് ബീഹാറികളായ ആളുകൾ എത്തുന്നത് വളരെ കൂടുതൽ തന്നെയാണ്. കൃഷിയിടത്തിലൊക്കെ തന്നെ ജോലി ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ കാർഷിക പ്രശ്നങ്ങൾ ബീഹാറിലൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അങ്ങനെ നിരവധിയായ വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങൾ എത്രത്തോളം ഇവർക്ക് ഉൾക്കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴും NDAയുടെ മറുപടിയുണ്ട്, ഈ വിഷയങ്ങളൊക്കെ തന്നെ ഞങ്ങൾ പരിഹരിച്ചു വരികയാണ്. ഇത് കഴിഞ്ഞ കുറേ കാലമായി RJDയുടെ ഒക്കെ ഭരണത്തിന്റെ കീഴിൽ ബീഹാർ താഴേക്ക് പോയതാണ്. അവിടെ നിന്നാണ് JDUവും BJPയും എല്ലാം തന്നെ ഇതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ RJD ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് യുവാക്കളുടെ വോട്ടർമാരിലാണ് ഇത്തവണ ഉണ്ടായിരുന്നത്. കാരണം ഓരോ മണ്ഡലത്തിലും 29,000-ഓളം പുതിയ വോട്ടർമാരുണ്ട് ബീഹാറിൽ. ആ വോട്ടർമാരിൽ അവരെന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്ത്രീ വോട്ടർമാർ അനുകൂലമായാൽ ഒരുപക്ഷെ RJDക്ക് അനുകൂലമായ കാര്യങ്ങളിലേക്ക് എത്താം. യുവാക്കൾ അവർ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. പക്ഷേ സ്ത്രീ വോട്ടർമാർ സ്വാഭാവികമായും ഈ തുടക്കത്തിലുണ്ടായ ചില വിവാദങ്ങൾ, മറ്റ് പരാമർശങ്ങൾ, അതൊക്കെ കൊണ്ട് തന്നെ BJPയും അതുപോലെ തന്നെ JDUവും എല്ലാം തന്നെ സ്ത്രീ വോട്ടർമാരെ കൃത്യമായി സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കൂടുതൽ പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ പ്രധാനമന്ത്രി നേരിട്ടെത്തി പ്രഖ്യാപിക്കുന്നു. മാത്രമല്ല പ്രധാനമന്ത്രി തന്നെ പറയുന്നുണ്ട്, ഈ കഴിഞ്ഞ കാലങ്ങളിൽ BJP കേന്ദ്രം ഭരിച്ചതിന് ശേഷമാണ് യുവതികൾക്ക് വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. അവരെ സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു, ചെറു സംഘങ്ങൾ ഉണ്ടാക്കുന്നു. ഒരുപക്ഷെ നമ്മൾ കേരളത്തെ വെച്ച് ചിന്തിക്കുമ്പോൾ കുടുംബശ്രീകളും മറ്റു അയൽക്കൂട്ടങ്ങളും സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും. അത്തരമൊരു സംവിധാനം പൂർണ്ണമായി ബീഹാറിൽ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അതിലേക്കൊക്കെ തന്നെ അവരെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് BJP അവകാശപ്പെടുന്നത്. ഇതിനൊക്കെ ഏത് തരത്തിൽ RJD മറുപടി നൽകിയിട്ടുണ്ട്. ഇതിലെ ഏതെങ്കിലും തരത്തിൽ ഇത് രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായി മാത്രമാണെന്ന് വിലയിരുത്തുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ
RJDക്ക് ഗുണകരമാകേണ്ടതാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ അത് എത്രത്തോളം അവർ ഏറ്റെടുത്തു, സ്ത്രീജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. മാത്രമല്ല ഈ വോട്ടിംഗ് ശതമാനത്തിൽ പോലും ഏറ്റവും കൂടുതൽ പോൾ ചെയ്തിരിക്കുന്നത് സ്ത്രീകളാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിൻ്റെ അകത്ത് നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല അതിനെ മറികടക്കാൻ യുവാക്കളുടെ വോട്ട് പൂർണ്ണമായി നേടാൻ RJDക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എക്സിറ്റ് പോളുകളായിരിക്കില്ല ഒരു ഫലത്തിലേക്ക് എത്തുക. ശരി, പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളെ ഇപ്പോൾ വിശ്വാസമർപ്പിക്കുകയാണ് NDA. അതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് മഹാഗഠബന്ധൻ. അതേസമയം ബീഹാറിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ, എക്സിറ്റ് പോൾ ഫലങ്ങളെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ പലപ്പോഴും ബീഹാറിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയായിരുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. അതിന് വളരെ പ്രധാനമായും പറയുന്നത് സ്ത്രീ വോട്ടർമാർ കൂടുതൽ, നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ച പോലെ സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ. അവരുടെ മനസ്സ് എന്താണ് എന്ന് അറിയാൻ അത്ര എളുപ്പത്തിൽ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാകാത്തതിന്റെ കാരണമായി സൂചിപ്പിക്കുന്നത്. ഒപ്പം തൊഴിലില്ലായ്മ അടക്കം നിരവധി വിഷയങ്ങൾ ബീഹാറിൽ ഉണ്ടായിട്ടുണ്ട്. പ്രശാന്ത് സൂചിപ്പിച്ച പോലെ വികസന പ്രശ്നങ്ങൾ ഒക്കെ വന്നിട്ടുണ്ട്. 10%-ലധികം ബീഹാറിന്റെ ജനസംഖ്യയുടെ 10%-ലധികം പേരും മറ്റ് സംസ്ഥാനങ്ങളിൽ ഉപജീവനം കണ്ടെത്തുന്നതാണ്. ഡൽഹി പോലുള്ള ഇടങ്ങളിലാണ് അവരുടെ ഉപജീവനം കണ്ടെത്തുന്നത്. അതും ഈ തെരഞ്ഞെടുപ്പിന്റെ അല്ലെങ്കിൽ വോട്ടിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. സൂചിപ്പിച്ച പോലെ തന്നെ 243 അംഗ നിയമസഭയാണ്. 101 വീതം സീറ്റുകളിലാണ് BJPയും JDUയും ഇപ്പോൾ മത്സരിക്കുന്നത്. ഒപ്പം തന്നെ ചിരാഗ് പാസ്വാന്റെ LJP 29 സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്. രാഷ്ട്രീയ ലോക് മോർച്ച 6, ഹിന്ദുസ്ഥാനി അവാമി മോർച്ച 6. അങ്ങനെയാണ് NDAയിലെ കക്ഷികൾ ഉള്ളത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ ജാതി സമവാക്യങ്ങൾ കൃത്യമായി കണക്കുകൂട്ടി അങ്ങനെയാണ് സ്ഥാനാർത്ഥികളെയൊക്കെ നിർണയിച്ചിട്ടുള്ളത്. NDAയിലും മഹാസഖ്യത്തിലും BJP, ജനതാദൾ U, ലോക് ജനശക്തി പാർട്ടി, ഹിന്ദുസ്ഥാനി അവാമി മോർച്ച, രാഷ്ട്രീയ ലോക് മോർച്ച എന്നീ കക്ഷികൾ ചേരുന്നതാണ് NDA. ഒപ്പം രാഷ്ട്രീയ ജനതാദൾ, വികാസ്ശീൽ ഇൻസാൻ പാർട്ടി, കോൺഗ്രസ്, CPI, CPM, CPIML എന്നിവ ഉൾപ്പെടുന്നതാണ് മഹാസഖ്യം. അപ്പോൾ ഇടതുപക്ഷത്തിനടക്കം വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ RJDക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത്. പക്ഷേ എത്രത്തോളം അത്തരത്തിൽ മുന്നോട്ട് പോകാൻ RJDക്ക് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മഹാഗഠബന്ധന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ചോദ്യം കൃത്യമായി ഉയരുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും സാധാരണക്കാർക്കിടയിലേക്ക് എത്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായ ചോദ്യം. ഒപ്പം ജൻസുരാജ് പാർട്ടി എത്ര വലിയ മുന്നേറ്റം ഉണ്ടാക്കും? 20 സീറ്റ് വരെ ആദ്യഘട്ടത്തിൽ ചില സർവേകൾ ജൻസുരാജ് പാർട്ടിക്ക് പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സർക്കാർ രൂപീകരണത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ ജൻസുരാജ് പാർട്ടിക്ക് കഴിയും. പക്ഷേ അവസാന ഘട്ടങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ വന്ന ചില എക്സിറ്റ് പോളുകൾ 4% വരെ വോട്ട് ജൻസുരാജ് പാർട്ടിക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അത്ര ചെറിയ വോട്ടാണ് കിട്ടുന്നതെങ്കിൽ അത് കാര്യമായ സ്വാധീനം ബീഹാറിൽ ജൻസുരാജ് പാർട്ടി ഉണ്ടാക്കില്ല എന്നാണ് പറയുന്നത്. ഈ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ നേരത്തെ തന്നെ ഈ ഡെമോക്രാറ്റിക് റിഫോംസ്, അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് ഒക്കെ ചില പട്ടികയും കണക്കുകളും ഒക്കെ പുറത്തുവിട്ടിരുന്നു. അത് കണക്കാക്കി പണം കൂടുതലുള്ള ആളുകൾ അല്ലെങ്കിൽ വലിയ കോടീശ്വരന്മാർ കൂടുതലായി മത്സരിക്കുന്നതടക്കമുള്ള ചില ആരോപണങ്ങളും ബീഹാർ നേരിട്ടിരുന്നു. ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പുറത്തുവരികയാണ്. പ്രതികൾ രഹസ്യ സ്വഭാവമുള്ള മാപ്പുകളും ആക്രമണ പദ്ധതികളുടെ വിശദാംശങ്ങളും പങ്കുവച്ചത് സ്വിസ് ആപ്ലിക്കേഷൻ വഴിയെന്നാണ് കണ്ടെത്തൽ. സ്ഫോടനങ്ങൾക്കായി 2022 മുതൽ ആസൂത്രണം തുടങ്ങിയെന്നും നിഗമനമുണ്ട്. ഡോക്ടർമാർക്ക് തുർക്കിയിൽ നിന്നും നിർദ്ദേശങ്ങളും സഹായങ്ങളും ലഭിച്ചതായും അന്വേഷണ സംഘത്തിന് സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഭീകരർ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നുവെന്നും സൗകര്യമൊരുക്കിയത് ആദിൽ റാത്തറിന്റെ സഹോദരനാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ KK പ്രശാന്ത് തന്നെ നൽകും. പ്രശാന്ത്, രാജ്യം അതീവ ജാഗ്രതയിൽ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ഈ ഡൽഹി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പാകിസ്ഥാൻ ബന്ധമുണ്ട് എന്നുള്ളത് ആദ്യം തന്നെ ഉയർന്ന കാര്യമാണ്. അതിൽ കുറച്ചുകൂടി വ്യക്തത വരികയാണ് ഇപ്പോൾ. ഒപ്പം അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇത് ഏതെങ്കിലും ഒരു വൈകാരിക നിമിഷത്തിന്റെ ഭാഗമായി എടുത്ത തീരുമാനങ്ങളല്ല. വളരെ കൃത്യമായ ആസൂത്രണം ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ ഈ ആദിൽ അഹമ്മദിന്റെ സഹോദരൻ മുസഫർ അഹമ്മദ് തന്നെയാണ് ഇതിന്റെ മാസ്റ്റർ മൈൻഡ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇയാൾ നേരത്തെ മുസമ്മിൽ എന്ന് പറയുന്നത് ഈ അൽഫല സർവകലാശാലയിലുള്ളതാണ്. ആ ഡോക്ടർ മുസമ്മിലുമായി ചേർന്ന് നേരത്തെ തുർക്കി സന്ദർശിക്കുകയും അവിടെ വെച്ച്
സംബന്ധിച്ച ചില ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുകയും അവിടെ നിന്ന് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ തിരികെ എത്തുകയും ചെയ്തു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഈ മുസഫർ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. മുസഫറാണ് ഇതിന്റെ പിന്നിലുള്ള ഏറ്റവും നിർണായക കക്ഷി എന്ന് തന്നെയാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ അൽഫലാഹ് സർവകലാശാലയിൽ നിന്ന് രണ്ടുപേരെ കൂടി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഇപ്പോൾ കാണാതെയുള്ള അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ആളുകളെ കണ്ടെത്തുക എന്നതിനപ്പുറത്തേക്ക് അന്വേഷണ സംഘം ATS ഒക്കെ തന്നെ പ്രധാനമായും പരിഗണന നൽകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇതിൽ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വാഹനങ്ങൾ ഇനി എവിടെയാണ് എന്ന് കണ്ടെത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ഫോടക വസ്തുക്കൾ കൂടുതലായി ശേഖരിച്ചിരുന്നോ, അങ്ങനെ ശേഖരിച്ചിരുന്നുവെങ്കിൽ അത് മറ്റെവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. മാത്രമല്ല ഇവരുടെയൊക്കെ തന്നെ ബന്ധുക്കളോ അടുത്ത സുഹൃത്തുക്കളോ ഒക്കെ തന്നെ ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഉണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ ഇവർ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് ഒരു കൃത്യമായ വിവരവുമില്ല. കാരണം 3 വർഷമായി ജമ്മു കാശ്മീർ പുൽവാമയിൽ നിന്നൊക്കെ ഡൽഹിയിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ കേന്ദ്രീകരിച്ച് നിന്നിരുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ച് വീട്ടുകാർക്ക് പോലും ഇവരെന്ത് ചെയ്യുന്നു ചിലർക്ക് അറിയില്ല എന്നവർ പറയുകയും അത് അന്വേഷണ സംഘം വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ സ്ഫോടനം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ഈ ഉമർ നബി വളരെ മുമ്പേ തന്നെ 5 മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. ഒരു തരത്തിലുള്ള ആശയവിനിമയവും ആരുമായി ഉണ്ടായതില്ല. മറ്റ് ചില കേന്ദ്രങ്ങൾ സംബന്ധിച്ച അന്വേഷണം നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഒരു കാര്യം ഉറപ്പിക്കാം, അങ്ങനെ ഒരാൾ ഒരു സ്ഫോടന പദ്ധതിയുമായി ഡൽഹിയുടെ തന്ത്രപ്രധാന മേഖലകളിലേക്ക് എത്തിയിട്ടുണ്ട്. അയാൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വിവരങ്ങൾ നൽകാൻ മറ്റു ചിലർ ഉണ്ടായിരിക്കണം. കാരണം അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ അയാൾ അറിഞ്ഞു എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരുമായി ബന്ധമുള്ള മറ്റാളുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഈ സർവകലാശാലയിലെ ജീവനക്കാർ, അവരെ ചോദ്യം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഡൽഹിയുടെ തന്ത്രപ്രധാന മേഖലകളിലുള്ള 50-ലധികം CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം NIA ആണെങ്കിലും ATS ആണെങ്കിലും ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ജമ്മു കാശ്മീരിന്റെ പോലീസിന്റെ സാന്നിധ്യം തന്നെയാണ്. അവർ ഈ പറയുന്ന ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളെല്ലാം തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവരാണ് ഇതിൻ്റെയൊക്കെ തന്നെ കൃത്യമായൊരു വിവരങ്ങൾ കൈമാറുകയും സംസ്ഥാനത്തെ ATSുമായി ചേർന്നുകൊണ്ട് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ കൃത്യമായ ഒരു അന്വേഷണ നിഗമനത്തിലേക്ക് തന്നെയാണ് അന്വേഷണ ഏജൻസി എത്തി നിൽക്കുന്നത്. പ്രത്യേകിച്ച് പുറത്തു നിന്നുള്ള സഹായം ഈ ഭീകരാക്രമണത്തിന് ലഭിച്ചിട്ടുണ്ട്. അവരാണ് ഈ കാര്യങ്ങൾ നിയന്ത്രിച്ചത്. പെട്ടെന്നുണ്ടായ പരിഭ്രാന്തി ഇത് പൊട്ടിച്ചു എന്നതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിൽ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. മാത്രമല്ല ഈ റെഡ് ഫോർട്ട് തിങ്കളാഴ്ച അവധിയാണ് ആ പ്രദേശങ്ങൾ എന്നുള്ളത് സ്വാഭാവികമായും അവിടെ സഞ്ചരിച്ചിട്ടുള്ള ഇത്തരം ആളുകൾക്ക് അറിയാവുന്നതുമാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇത് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ഒരു സ്ഫോടക വസ്തുവായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇത് കാറിൽ വെച്ച് തന്നെ രൂപപ്പെടുത്താനുള്ള ശ്രമം നടന്നിരുന്നു. അതിനുള്ള സമയം ഈ പറയുന്ന 10-ാം തീയതിയാണ് ഇത് പൊട്ടിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്, സ്ഫോടനത്തിനായി ഉപയോഗിച്ചിരുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഇത് പൂർണ്ണമായും രൂപീകൃതമായിരുന്നില്ല എന്നുള്ള IEDയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത് വാഹനം എവിടെയെങ്കിലും കൊണ്ടു നിർത്തി ഇതൊരു പ്രശാന്ത് ഒരു കാര്യം, അതായത് ഈ ഡോക്ടർ മുസാഫിറിനെതിരെ റെഡ് കോർണർ നോട്ടീസ് ഒക്കെ പുറത്തിറക്കാൻ ഇന്റർപോളിന്റെ സഹായം കൂടി തേടും എന്നുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. ആ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണമുണ്ടോ? അഖില അന്വേഷണ ഏജൻസികൾ അക്കാര്യം സംബന്ധിച്ചൊരു വ്യക്തതയിലേക്ക് ഈ ഘട്ടത്തിൽ കാര്യങ്ങൾ വന്നിട്ടില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം, ദേശീയ അന്വേഷണ ഏജൻസിയാണ് ഈ കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ആ അന്വേഷണ ഏജൻസിയുടെ ഒരു രീതി തന്നെ നമുക്കറിയാം. കൃത്യമായി വിവരങ്ങൾ ലഭ്യമായി അതിൻ്റെ അകത്ത് ആരാണുള്ളത്, ആ ആളെ പിടിച്ചു കഴിഞ്ഞോ, അതിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞ ശേഷം മാത്രമാണ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, രണ്ടാമത്തെ കാർ പിടികൂടുന്ന ഒരു സമയമുണ്ടായിരുന്നു, എക്കോസ്പോട്ട്. ആ വാഹനം ഇങ്ങനെ ഒരു സ്ഥലത്തുണ്ടെന്നും അല്ലെങ്കിൽ ഈ വാഹനം കുടിയുണ്ടെന്ന് വിവരങ്ങൾ ലഭിക്കുന്നത് പോലും ആ വാഹനം കിട്ടിയ ശേഷമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനു മുൻപേ തന്നെ അന്വേഷണ ഏജൻസിക്ക് വാഹനം സംബന്ധിച്ച കൃത്യമായി വിവരങ്ങൾ ലഭ്യമാകുന്നു. ഹരിയാന ATSന് വിവരങ്ങൾ കൈമാറുന്നു. അവർ ആ വാഹനം കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നു, ആ വാഹനം കണ്ടെത്തുന്നു. ഈ സമയത്താണ് അറിയുന്നത് ഇത്തരത്തിൽ ഹരിയാന ATSന് ഇങ്ങനൊരു വിവരം നൽകിയിട്ടുണ്ടെന്ന് പോലും. അപ്പോഴേക്കും വാഹനം അന്വേഷണ സംഘത്തിന്റെ കൈപ്പിടിയിലേക്ക് എത്തിയിരുന്നു. ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ നിന്നതാണ് ഈ അൽഫലാഹ് സർവകലാശാലയിൽ. ആ സർവകലാശാലയ്ക്കകത്താണ് ഈ 3ാമത്തെ വാഹനം ഉണ്ടായിരുന്നത്. അന്വേഷണ ഏജൻസികൾ ഒരുപക്ഷെ അത് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. അതവിടെ തൽക്കാലം നിൽക്കട്ടെ എന്ന് തീരുമാനിച്ചാണ്. കാരണം അതിൻ്റെ അകത്ത് സംശയാസ്പദമായി വേറെ കാര്യങ്ങളൊന്നുമില്ല എന്ന് സ്ഥിരീകരിച്ച ശേഷമാണ് ആ വാഹനം കാർ പാർക്കിൽ തന്നെ കിടക്കട്ടെ എന്ന് തീരുമാനിച്ചത്. ഇതാണ് ഈ അന്വേഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രീതി എന്ന് പറയേണ്ടത്. അതുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും കൃത്യമായ നിലപാടുകൾ, നടപടികളൊക്കെ തന്നെയുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, ഈ ഓരോ കാര്യങ്ങളും കൃത്യമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെയും പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയൊക്കെ തന്നെ അറിയിക്കുന്നുണ്ട്. മാർഗനിർദ്ദേശം
നിർദ്ദേശങ്ങൾ കൃത്യമായി മുകൾ തട്ടിൽ നിന്ന് താഴേക്ക് നൽകുന്നുമുണ്ട്. ഏതായാലും ഈ മുസഫറിന് വേണ്ടി നീക്കങ്ങൾ ശക്തമാണ്. മുസഫർ ഏതായാലും ഇന്ത്യയിൽ ഉണ്ടോ എന്നുള്ള സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ് എന്നുള്ളതാണ് അന്വേഷണ ഏജൻസികൾ പങ്കുവെക്കുകയും ചെയ്തത്. പക്ഷേ സ്വാഭാവികമായും ഇത്രയധികം ഒളി സങ്കേതങ്ങളുണ്ട്, ഇവർക്ക് സ്വാധീനമുള്ള ചില മേഖലകളുണ്ട്. അത്തരമൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ ഉമർ നബി മുസബിലൊക്കെ തന്നെ താമസിച്ച സ്ഥലങ്ങൾ എന്ന് പറയുന്നത് വളരെ ഗ്രാമപ്രദേശങ്ങളാണ്. അവിടെയൊക്കെ ആരൊക്കെ എത്തി എന്ന് സാധാരണ തൊട്ടടുത്ത വീട്ടുകാർക്ക് പോലും അറിയില്ല. മാത്രമല്ല കൃഷിയിടങ്ങളുള്ള സ്ഥലം, അവിടെയാണ് ഈ കൃഷിക്ക് ഉപയോഗിക്കുന്ന രാസവളം സൂക്ഷിച്ചിരുന്നത്. അത് 20 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്നു. 2000 കിലോ ഒന്നിച്ച് സൂക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായും ജനങ്ങൾ സംശയിക്കില്ല, അത് കൃഷി ആവശ്യത്തിന് കൊണ്ടുവന്നാണെന്ന് ധരിക്കുകയും ചെയ്യും. ഇത്തരം വളരെ ആസൂത്രിതമായ നീക്കം, ആ നീക്കങ്ങളാണ് സൂചിപ്പിക്കുന്നത് എന്താണ് ഹരിയാനയുടെ ഒരു ഭൂപ്രകൃതി, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ സൂക്ഷിക്കാൻ കഴിയും, ഏത് തരത്തിൽ അവിടെ താമസിച്ച് ഈ കാര്യങ്ങൾ ഡൽഹിയിലേക്ക് എത്താൻ എങ്ങനെ കഴിയും തുടങ്ങിയ കാര്യങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ പദ്ധതിയിട്ട് ആസൂത്രണം ചെയ്തു വെച്ചിരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലാണ് ഇത്തരത്തിലൊരു സ്ഫോടനത്തിലേക്ക് വന്നത്. ഇനി ഇത് ഒടുവിലാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. കാരണം ഒരു വാഹനം കൂടി കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. 32 വാഹനങ്ങൾ വാങ്ങാനുള്ള നീക്കം നടത്തിയിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി, കെ പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും അന്വേഷണം വളരെ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലും വെറുതെ വിടില്ല എന്ന് നേരത്തെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരാളെയും വെറുതെ വിടാതിരിക്കാനുള്ള നടപടികളാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ ചോദ്യം ചെയ്യലുടൻ. കൂടുതൽ സാവകാശം നൽകാൻ കഴിയില്ല എന്ന് അന്വേഷണ സംഘം പത്മകുമാറിനെ അറിയിച്ചിട്ടുണ്ട്. കട്ടളപ്പാളികൾ ചെമ്പ് എന്ന് രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടത് ബോർഡിന്റെ അറിവോടെയാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കേസിലെ 4ാം പ്രതി ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പത്തനംതിട്ട ജില്ലാ കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ജയശ്രീയുടെ അറസ്റ്റും ഉടൻ ഉണ്ടായേക്കും. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശിക്കൊണ്ടുവന്ന ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ ശാസ്ത്രീയ പരിശോധന ഈ മാസം 17-ന് നടക്കും എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. രജിത് കുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. രജിത്, ഈ ശബരിമല സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയാണ്. SIT കൂടുതൽ കടുത്ത നിലപാടെടുക്കുകയാണ് പത്മകുമാറിന്റെ കാര്യത്തിൽ. ബന്ധുവിന്റെ മരണം കാരണം കുറച്ച് സാവകാശം വേണമെന്നൊരു ചോദിച്ചപ്പോൾ അടിയന്തരമായി ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചതിനോടൊപ്പം ജയശ്രീയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ശബരിമല കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 പേരുടെ അറസ്റ്റാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ ജയശ്രീയോട്, ഈ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്ന ജയശ്രീയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ജയശ്രീ കോടതിയിലേക്ക് പോവുകയായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ തേടിക്കൊണ്ട്. ആ മുൻകൂർ ജാമ്യാപേക്ഷയും ഇപ്പോൾ ജില്ലാ കോടതി തള്ളിയിരിക്കുകയാണ്. അതോടുകൂടി ജയശ്രീയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജയശ്രീയോട് ഒരുപക്ഷെ ഇന്ന് തന്നെ ഇവർ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടതായി വരും. അല്ലാത്ത പക്ഷം അന്വേഷണ സംഘം ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. കാരണം ഇവരുടെ പങ്ക് സംബന്ധിച്ച അന്വേഷണ സംഘത്തിന് കൃത്യമായ വിവരവും മൊഴികളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ അറസ്റ്റിലേക്ക് അടക്കം കാര്യങ്ങൾ പോകും. അതിനാൽ തന്നെയാണ് ഇവർ നേരത്തെ മുൻകൂർ ജാമ്യം തേടിക്കൊണ്ട് കോടതിയിലേക്ക് പോവുകയും ചെയ്തത്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയെങ്കിലും അത് കോടതി അനുവദിച്ചില്ല. നിലവിൽ ഇപ്പോൾ ഇവർ ഒന്നുകിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകേണ്ടി വരും. അതേ സമയത്ത് തന്നെയാണ് എൻ വാസുവിന്റെ അറസ്റ്റിന് ശേഷം ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള പത്മകുമാറിനും അന്വേഷണ സംഘം നേരത്തെ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയിരുന്നു. ആ നോട്ടീസ് നൽകുകയും ഫോൺ ചെയ്ത് പറയുകയും ചെയ്തെങ്കിലും അദ്ദേഹം വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ്. ആദ്യം ഹോസ്പിറ്റൽ കേസ് പറയുകയും പിന്നീട് ബന്ധുവിന്റെ മരണമടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ഈ ചോദ്യം ചെയ്യലിൽ നിന്നും ഒഴിഞ്ഞു മാറി നിന്ന പത്മകുമാർ കോടതി നിയമോപദേശം അടക്കം ഇക്കാര്യത്തിൽ തേടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തിനായാലും പത്മകുമാറിനും ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടതായി വരും. പത്മകുമാർ ചോദ്യം ചെയ്യലിന് ഉടൻ തന്നെ ഹാജരാകണമെന്ന നിർദ്ദേശമാണ് അന്വേഷണ സംഘം നൽകിയിട്ടുള്ളത്. പത്മകുമാറിന്റെ പങ്ക് സംബന്ധിച്ച് എൻ വാസുവിൽ നിന്നും അതുപോലെ തന്നെ ഇതിനു മുമ്പ് അറസ്റ്റിലായിട്ടുള്ള സുധീഷിൽ നിന്നും ഒപ്പം തന്നെ മുരാരി ബാബുവിൽ നടക്കം അന്വേഷണ സംഘത്തിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യാനായി അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പത്മകുമാറും അടുത്ത ദിവസം തന്നെ ഉടൻ തന്നെ, അത് മണിക്കൂർ ഒരുപക്ഷെ ഇന്ന് തന്നെ പത്മകുമാർ ഹാജരാകാനുള്ള സാധ്യതയുമുണ്ട്. നിലവിൽ ഇവരെ രണ്ടുപേരെയും, ജയശ്രീയെയും
ജയശ്രീയെയും പത്മകുമാറിനെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് അന്വേഷണ സംഘം നീങ്ങിയിരിക്കുന്നത്. നേരത്തെ തന്നെ കൃത്യമായ നിലപാടുകളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായി തന്നെ എൻ വാസുവിന്റെ അറസ്റ്റിലേക്കടക്കം അന്വേഷണ സംഘം നീങ്ങുകയും ചെയ്തിരുന്നു. എൻ വാസുവിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കട്ടളപ്പാളിയിലെ സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നത്. അതേ സമയത്ത് തന്നെ ജയശ്രീയുടെ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ജയശ്രീ ദ്വാരപാല ശില്പവുമായി ബന്ധപ്പെട്ട് അതിലെ സ്വർണം കടത്തിക്കൊണ്ടു പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതിലാണ് ജയശ്രീയുടെ പങ്ക് അന്വേഷണ സംഘത്തിന് വ്യക്തമായിരിക്കുന്നത്. അതിലാണ് ചോദ്യം ചെയ്യൽ നടത്തേണ്ടത്. മറ്റൊരു കാര്യമുള്ളത്, ഈ കേസിൽ മൊത്തത്തിൽ ഈ കേസിലെ സ്വർണ്ണപ്പാളികളുടെ മാറ്റി പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ കോടതി നേരത്തെ 15-ാം തീയതിയാണ് അനുമതി നൽകിയിരുന്നത്. എന്നാൽ അതിപ്പോൾ 17-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ദേവന്റെ അനുജ്ഞ വാങ്ങിയതിനു ശേഷം മാത്രമേ ഇത് സംബന്ധിച്ചുള്ള പരിശോധന നടക്കൂ എന്നാണ് തന്ത്രി അറിയിച്ചിരുന്നത്. അതിന്റെ ഭാഗമായി നട തുറന്നതിന് ശേഷം 17-ാം തീയതി ഉച്ചപൂജയ്ക്ക് ശേഷമുള്ള ഒരു മണിക്ക് നടയടച്ചതിന് ശേഷം ഇത് സംബന്ധിച്ച പരിശോധന നടത്താനാണ് SIT സംഘത്തിന് ഇപ്പോൾ ഹൈക്കോടതി അനുമതി നൽകിയിട്ടുള്ളത്. ശരി, രജിത് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ദ്വാരപാലക ശില്പങ്ങളുടെ ശാസ്ത്രീയ പരിശോധനയെ പറ്റിയാണ് രജിത്ത് അവസാനം പറഞ്ഞത്. ഈ മാസം 17-നാണ് അത് നടക്കുക. ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒപ്പം A. പത്മകുമാറിന്റെയും ജയശ്രീയുടെയും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ വൈകാതെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. രാവിലെ 11 മണി മുതൽ പത്രികകൾ നൽകാം. ഈ മാസം 21-നാണ് നാമനിർദ്ദേശ പത്രികകൾ നൽകാനുള്ള അവസാന തീയതി. സ്ഥാനാർത്ഥിക്ക് നേരിട്ടോ നിർദ്ദേശകർ വഴിയോ പത്രികകൾ സമർപ്പിക്കാം. ഭരണാധികാരിയുടെ ഓഫീസിൽ സ്ഥാനാർത്ഥി അടക്കം 5 പേർക്ക് മാത്രമാണ് പത്രികാ സമർപ്പണ വേളയിൽ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. സൂക്ഷ്മ പരിശോധന ഈ മാസം 22-നാണ് നടക്കുക. നവംബർ 24-നാണ് പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന സമയം. അതേസമയം 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. സജീവ പ്രചാരണം നടക്കുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളും രജിത് കുമാർ നൽകും. രജിത്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് എല്ലാം അരയും തലയും മുറുക്കി മുന്നണികൾ ഇറങ്ങുകയാണ്. കയ്യിലുള്ള സീറ്റുകൾ പോകാതിരിക്കാൻ, ഒപ്പം നഷ്ടപ്പെട്ട സീറ്റുകൾ തിരിച്ചുപിടിക്കാനുള്ള നീക്കങ്ങൾ. ഇനി പത്രികാ സമർപ്പണം കൂടി ആരംഭിക്കുമ്പോൾ പൂർണ്ണമായും നമ്മൾ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കാണ്. തീർച്ചയായും പത്രികാ സമർപ്പണത്തിനുള്ള ഇന്നു മുതൽ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അനുമതിയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് നൽകിയിട്ടുള്ളത്. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നു മുതൽ പത്രികകൾ സമർപ്പിക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്. അതേസമയത്ത് തന്നെ ഇന്നു മുതൽ വിജ്ഞാപനവും പുറപ്പെടുവിക്കുകയാണ്. 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ പത്രിക നൽകുന്നതിനുള്ള സമയമാണ് ഉള്ളത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾക്ക് നേരിട്ടോ അതുപോലെ തന്നെ നിർദ്ദേശകൻ വഴിയോ പത്രികകൾ ഭരണാധികാരികളുടെ മുന്നിൽ നൽകാവുന്നതാണ്. നിലവിൽ സ്ഥാനാർത്ഥി അടക്കം 5 പേർക്ക് മാത്രമാണ് ഈ പത്രികകൾ സമർപ്പിക്കുന്ന സമയത്ത് ഭരണാധികാരിക്ക് മുന്നിൽ വരാൻ അനുമതിയുള്ളത്. നിലവിൽ 22-ാം തീയതി, ഈ മാസം 22-ാം തീയതി വരെ പത്രികകൾ സമർപ്പിക്കുന്നതിനും അനുമതിയുണ്ട്. 24-ാം തീയതി പത്രികകൾ പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതിയാണ്. നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 മുന്നണികളുടെയും പ്രചരണ പരിപാടികൾ വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. മട്ടന്നൂർ ഒഴികെയുള്ള 1199 തദ്ദേശ സ്ഥാപനങ്ങളിലായാണ് 23,576 വാർഡുകളിലേക്കാണ് നിലവിൽ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കേണ്ടത്. 3 മുന്നണികൾ കൂടാതെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരും മറ്റ് പാർട്ടി പ്രതിനിധികളും അടക്കമുള്ളവരാണ് മത്സര രംഗത്ത് സജീവമായി തന്നെ ഉള്ളത്. ഇവരുടെ എല്ലാം പ്രചരണ പരിപാടികൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാന മുന്നണികളുടെയൊക്കെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റുകൾ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. അവരുടെ പ്രചാരണ പരിപാടികൾ വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ നോക്കുകയാണെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. BDJS അടക്കമുള്ള ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റുകൾ ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസും പൂർണ്ണമായും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി മുസ്ലിം ലീഗിന്റെ 5 സീറ്റുകളിൽ മാത്രമാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. മറ്റ് ജില്ലാ പഞ്ചായത്തിലടക്കം CPM-ഉം LDF-ഉം ജില്ലാ പഞ്ചായത്തിലടക്കം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരണ പരിപാടിയിലേക്ക് സജീവമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതാനും സീറ്റുകളിൽ മാത്രമാണ് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ വരാനുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. നേരത്തെ മുതൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പ്രചരണ പരിപാടികൾ കോൺഗ്രസ് BJPയും അടക്കമുള്ള മുന്നണികൾ തിരുവനന്തപുരത്തടക്കം ആരംഭിക്കുകയും ചെയ്തിരുന്നു. മറ്റ് സ്ഥലങ്ങളിലടക്കം എല്ലാ മേഖലകളിലും എല്ലാ ജില്ലകളിലും ഇതിനോടകം തന്നെ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ പ്രചരണവുമായി രംഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആവേശമാണ് സംസ്ഥാനത്ത്. അതിനുള്ള ഈ പത്രികാ സമർപ്പണം ഇന്ന് ആരംഭിക്കുകയാണ്. രജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.
കോട്ടയം ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജനത്തിൽ LDF-ൽ ധാരണയായിട്ടുണ്ട്. കേരള കോൺഗ്രസ് M 10 സീറ്റിലും CPM 9 സീറ്റിലും CPI 4 സീറ്റിലുമാണ് മത്സരിക്കുക. മാണി ഗ്രൂപ്പിന് നൽകിയ 10 സീറ്റിൽ അയർക്കുന്നത്ത് പാർട്ടി ചിഹ്നത്തിൽ അല്ലാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കും. UDF-ൽ ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജനം പൂർത്തിയായിട്ടില്ല. ഒരു സീറ്റ് എന്ന ആവശ്യത്തിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുകയാണ്. ലീഗിന് സീറ്റ് നൽകുന്നതിൽ കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ട്. കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ച 14 പകരം 15 സീറ്റിലും കേരള കോൺഗ്രസ് ജോസഫ് 8 സീറ്റിലും മത്സരിക്കാനാണ് ഇപ്പോൾ ഏകദേശ ധാരണയായിരിക്കുന്നത്. ജോസഫ് ഗ്രൂപ്പിന് ഒരു സീറ്റ് നൽകണമെന്ന ലീഗിന്റെ ആവശ്യം ജോസഫ് വിഭാഗം അംഗീകരിച്ചില്ല. ഇതോടെ കഴിഞ്ഞ ദിവസവും തീരുമാനമായില്ല. ഇവരുടെ ചർച്ചകൾ ഇന്നും ചർച്ച തുടരാനാണ് സാധ്യത. ജില്ലാ പഞ്ചായത്തിലേക്ക് BJPയുടെ സ്ഥാനാർത്ഥികളെ ഇന്നോ നാളെയോ പ്രഖ്യാപിക്കാനാണ് ഒരുങ്ങുന്നത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് പ്രതിപക്ഷം കൊണ്ടുവന്ന 3 അവിശ്വാസ പ്രമേയങ്ങളെ മറികടക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് തൃപ്പൂണിത്തുറ നഗരസഭയിൽ LDF ഇത്തവണ മത്സരിക്കുന്നത്. ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാണിച്ച് LDF പ്രചാരണ രംഗത്ത് സജീവമാണ്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ LDF-ന്റെ 2 സിറ്റിംഗ് സീറ്റുകളും പിടിച്ചെടുത്ത് സീറ്റ് നില മെച്ചപ്പെടുത്തിയത് BJPക്ക് കരുത്തു പകരുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നഗരസഭയിൽ നടക്കുക. രാജനഗരിയുടെ സിംഹാസനമേറാൻ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് 3 മുന്നണികളും. LDF ആണ് നിലവിൽ തൃപ്പൂണിത്തുറ നഗരസഭ ഭരിക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിലെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാണിച്ചാണ് LDF വീണ്ടും ജനസമ്മതി തേടുന്നത്. നഗരവികസനം, കുടിവെള്ള വിതരണം, മാലിന്യ സംസ്കരണം തുടങ്ങി നിരവധി നേട്ടങ്ങളുണ്ട് LDF-ന് ചൂണ്ടിക്കാണിക്കാൻ. ഈ ഭരണസമിതി വന്നതിന് ശേഷം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള തനത് വരുമാന വർധനവും ഒക്കെ കൂടി ചേർത്ത് വെച്ചിട്ടാണ് ചെയ്യാൻ കഴിയില്ല എന്ന് ഒരു ഘട്ടത്തിൽ വിചാരിച്ച പ്രവർത്തനങ്ങൾ പോലും നമ്മൾക്ക് വളരെ നന്നായി ചെയ്യാൻ സാധിച്ചു. അപ്പോൾ വികസനത്തിലൊരു കുറവും ഈ ഒരു കോവിഡിൻ്റെ പശ്ചാത്തലത്തിലോ മറ്റോ ഞങ്ങൾക്ക് മാറ്റിവെക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വികസന സദസ്സ് നടത്തി. ആ വികസന സദസ്സ് നമ്മളൊരു ബുക്ക്ലെറ്റായിട്ട് ഇവിടെ അടിച്ചിട്ടുണ്ട്. ഈ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ തുടർന്ന് വരുന്ന ഈ ഡിസംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇവിടെ ഈ തുടർ ഭരണം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസം. നഗരത്തിന്റെ സാംസ്കാരിക തനിമ മുറുകെ പിടിച്ചുള്ള വികസനമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. രാജനഗരിയുടെ പൈതൃകവും ടൂറിസം സാധ്യതകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് BJPയുടെ വികസന ലക്ഷ്യം. തൃപ്പൂണിത്തുറയ്ക്ക് സ്വന്തമായിട്ടൊരു പൈതൃകമുണ്ട്. തൃപ്പൂണിത്തുറയുടെ പൈതൃകം എന്ന് പറഞ്ഞാൽ പലപ്പോഴും സാധാരണ ജനങ്ങൾ ഞെട്ടിപ്പോകുന്ന തരത്തിലാണ്. 72 പാലസുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് തൃപ്പൂണിത്തുറ. ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തൊരിടത്തും, കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തൊരിടത്തും ഇങ്ങനെ ഏതാണ്ട് 500 മീറ്ററിനുള്ള 75 പാലസുകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണ്. വാസ്തവത്തിൽ വാരണാസി പോലെയും ഉജ്ജയിനി പോലെയൊക്കെയുള്ള വലിയ പുരാതന പ്രാചീന നഗരങ്ങളെപ്പോലെ, പൈതൃക നഗരങ്ങളെപ്പോലെ വളർന്ന് വലിയൊരു വരുമാനം അതിൽ നിന്ന് ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ അതിനെയൊന്നും വളരെ വിജയകരമായിട്ടും വരുമാനമുണ്ടാക്കുന്ന തരത്തിൽ ഉപയോഗിക്കാനും അല്ലെങ്കിൽ പൈതൃകത്തെ സംരക്ഷിക്കാനും ഇതുവരെ ഈ മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ തൃപ്പൂണിത്തുറയെ തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു സംഭവം കൂടി BJPയുടെ ഈ ഭരണം കൊണ്ട് ഞങ്ങൾ വിഭാവനം ചെയ്യുന്നുണ്ട്. ആകെ 49 അംഗങ്ങളുള്ള നഗരസഭയിൽ LDF-ന് 23, BJPക്ക് 17, UDF-ന് 8, ഒരു സ്വതന്ത്ര അംഗവുമാണ് ഉള്ളത്. കഴിഞ്ഞ ഭരണസമിതിയുടെ തുടക്കത്തിൽ BJPക്ക് 15 അംഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 2 LDF അംഗങ്ങൾ മരണപ്പെട്ടതിനെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ BJPക്കാണ് നേട്ടമുണ്ടായത്. LDF-ന്റെ സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്താണ് 15-ൽ നിന്നും 17-ലേക്ക് BJP വളർന്നത്. ഇത് വലിയ ആത്മവിശ്വാസമാണ് BJPക്ക് ഉണ്ടാക്കിയത്. 1980-ൽ രൂപീകൃതമായ നഗരസഭ കൂടുതൽ കാലവും ഭരിച്ചത് LDF ആണ്. എന്നാൽ നഗരത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് UDF ഭരിച്ചപ്പോഴായിരുന്നുവെന്നാണ് UDF-ന്റെ വാദം. ശ്രീ R. വേണുഗോപാലിൻ്റെ കാലത്താണ് ഇവിടെ ഒരു കൂത്തമ്പലം സ്റ്റാച്യു ജംഗ്ഷനിൽ ശ്രീ K. ബാബു MLA അന്ന് MLA-യും മന്ത്രിയുമായിരുന്നു. അദ്ദേഹവും നഗരസഭ ഭരണസമിതിയും ചേർന്നാണ് ആ കൂത്തമ്പലം സ്ഥാപിച്ചത്. ഇന്ന് അതിൽ നിന്ന് നല്ലൊരു വരുമാനം നഗരസഭയ്ക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയിൽ കണ്ണംകുളങ്ങരയിൽ ഒരു മാൾ ഉണ്ടാക്കുന്നതും ആ UDF-ന്റെ ഭരണസമിതിക്കാണ് സാധ്യമായത്. അപ്പോൾ ഒരു പദ്ധതികൾ ആവിഷ്കരിച്ച പദ്ധതി നടപ്പിലാക്കാനോ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വികസനങ്ങൾ കൊണ്ടുവരാനോ ഇവർക്ക് സാധ്യമായിട്ടില്ല. ഇപ്പോഴത്തെ ഭരണസമിതിയുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചും വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുമാണ് UDF പ്രചാരണം. ക്യാമറമാൻ ബൈജു CS-നൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തൃശൂർ എളവള്ളി പഞ്ചായത്തിൽ നടക്കുന്നത് രാഷ്ട്രീയ നാടകമാണ്. 5 വർഷം പഞ്ചായത്ത് ഭരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ജിജോ ഫോക്സ് LDF വിട്ട് കോൺഗ്രസ് ക്യാമ്പിലേക്ക് മാറി. പാർട്ടിയിലെ അവഗണനയാണ് കൂറുമാറ്റത്തിന് കാരണമെന്നാണ് ജിയോ ഫോക്സിന്റെ പക്ഷം. എന്നാൽ അധികാരമോഹമാണ് മാറ്റത്തിന് കാരണമെന്ന് പ്രതിപക്ഷ കക്ഷികൾ പറയും.
തൃശൂർ ജില്ലയിലെ മികച്ച തദ്ദേശ സ്ഥാപനം എന്ന പുരസ്കാരം 4 തവണ സ്വന്തമാക്കാൻ എളവള്ളി പഞ്ചായത്തിനെ മുന്നിൽ നിന്ന് നയിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ആയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയപ്പോൾ ജിയോ ഫോക്സ് കൂറുമാറി. ഇനി വികസനത്തിന് കോൺഗ്രസിന്റെ കൈപിടിക്കണമെന്നാണ് ഫോക്സിന്റെ പക്ഷം. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടും തന്നെ പാർട്ടി അവഗണിക്കുന്നുവെന്നാണ് ജിയോ ഫോക്സ് പറയുന്നത്. നേതൃത്വത്തിന്റെ മുകളിൽ പോകാൻ ഒരു ജനകീയനെയും സമ്മതിക്കാത്ത CPM-ൽ അസ്വസ്ഥത രൂപപ്പെടുന്നത്. അത്തരത്തിലൊരു അസ്വസ്ഥയുടെ ഭാഗമായിട്ടാണ് എനിക്ക് വലിയ അവഗണന നേരിട്ടത്. ഒരു വർഷക്കാലമായി എന്നെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയ വികസനം നടത്തിയ ഈ എളവള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വികസന മുന്നേറ്റ ജാതിയിൽ പോലും അവഗണിക്കുന്ന തരത്തിലേക്കുള്ള CPM-ന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്. മാത്രമല്ല, ഇനി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വികസനം നടപ്പിലാക്കണമെങ്കിൽ CPM-ന് സാധ്യമല്ല എന്നു തിരിച്ചറിവും കൂടിയാണ് ഞാൻ എൻ്റെ മാതൃസംഘടനയിലേക്ക് പോകുന്നത്. കോൺഗ്രസിൽ ചേരുമെന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെ വ്യക്തമാക്കിയ ജിയോ ഫോക്സിനെ CPM പുറത്താക്കിയിരുന്നു. ഉടൻ തന്നെ കോൺഗ്രസ് നേതാക്കൾ എതിരേറ്റു. പേര് സൂചിപ്പിക്കുന്ന പോലെ കുറുക്കന്റെ ബുദ്ധിയാണ് ഫോക്സിനെന്ന രാഷ്ട്രീയ എതിരാളികൾ പറയുന്നു. അധികാരമോഹമാണ് ഫോക്സിനെ കൂറുമാറ്റത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് CPM-ന്റെ വാദം. 2005 മുതൽ അദ്ദേഹത്തിന് വിവിധങ്ങളായ ജനപ്രതിനിധികളാക്കിയിട്ടുണ്ട്. അവിടെ സഹകരണ സ്ഥാപനത്തിൽ 2 ടൈമിൽ ഡയറക്ടറായും പ്രസിഡൻ്റായും അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായും അതിനുശേഷം ഇപ്പോൾ 5 വർഷം എളവള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായും അദ്ദേഹം അവിടെ അതിനുള്ള എല്ലാ പരിഗണനയും CPM കൊടുത്തതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് അതിനേക്കാൾ വലിയ മോഹം ഉണ്ട് എന്നാണ് തോന്നുന്നത്. മാത്രമല്ല, അദ്ദേഹം ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിന് ഒരു അഭിമുഖം കൊടുത്തു. അദ്ദേഹം മറ്റു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോവുകയാണ്, മാതൃസംഘടനയിലേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായി. അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറായിരിക്കുമ്പോഴാണ് അത് പറഞ്ഞത്. അത് പാർട്ടിയുടെ സംഘടനാപരമായ ചട്ടക്കൂടിന് അച്ചടക്കത്തിന് യോജിച്ചതല്ല. അതിൻ്റെ ഭാഗമായി തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി തീരുമാനിക്കും. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അതേസമയം കോൺഗ്രസ് CPM ബാന്ധവമാണ് ഈ കൂറുമാറ്റത്തിന് പിന്നിലെന്നാണ് BJP ആരോപിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് പാർട്ടി മാറിയ സാഹചര്യം പരിശോധിക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് വന്നു. അത് കോൺഗ്രസ്സിലേക്ക് തന്നെ തിരിച്ചുപോയി എന്നല്ലാതെ അധികാരത്തിനെ ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങളും പിന്നെ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്താൻ എളവള്ളി പഞ്ചായത്തിലെ സാഹചര്യം ഉണ്ടാകുന്ന എല്ലാ സമയത്തും ഈ LDF UDF അവിശുദ്ധ ബന്ധം ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഒരു തുടർ പ്രവർത്തനം എന്നല്ലാതെ വേറൊന്നും അതിൽ മനസ്സിലാക്കുന്നില്ല. 1964 രൂപീകൃതമായ എളവള്ളി പഞ്ചായത്തിൽ 16 വാർഡുകളിലായി LDF 10, കോൺഗ്രസ് 4, BJP 2 എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കുന്ന ജിയോ ഫോക്സിന്റെ കണ്ണ് നിയമസഭാ സീറ്റിലാണ്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൂറുമാറ്റം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ഇനി കണ്ടറിയണം. അമൃത ന്യൂസ്, തൃശൂർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നിർത്തിവെക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് ഉത്തരവ് നൽകും. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെയുള്ള SIR ഉദ്യോഗസ്ഥ ക്ഷാമത്തിന് കാരണമാകുന്നുവെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. ഹർജിയെ എതിർത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും രംഗത്തെത്തിയിട്ടുണ്ട്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടിക്കെതിരെയുള്ള ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചുകൂടെയെന്ന് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചു. SIR സംബന്ധിച്ച ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള സാഹചര്യത്തിൽ തീരുമാനം അവിടെ നിന്നും വരുന്നതല്ലേ ഉചിതമെന്നും കോടതി പറഞ്ഞു. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിലാണ് കോടതി പരാമർശം. SIR നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത് പരോക്ഷമായി കേന്ദ്ര സർക്കാർ നയത്തെ എതിർക്കുന്ന രീതിയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പും SIR-ഉം ഒരേ സമയത്താണ് നടക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഹർജി. അമൃത ന്യൂസ്, കൊച്ചി. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് അണുബാധയേറ്റ് മരിച്ച കരിക്കകം സ്വദേശി ശിവപ്രിയയുടെ മരണത്തിൽ വിദഗ്ധ സമിതി ഇന്ന് അന്വേഷണ റിപ്പോർട്ട് കൈമാറും. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ സംഗീത മേനോൻ അധ്യക്ഷയായ 3-അംഗ സമിതിയാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ശിവപ്രിയയുടെ ബന്ധുക്കളുടെ മൊഴി വിദഗ്ധ സമിതി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രസവശേഷം തുന്നലിട്ടതിലെ അശ്രദ്ധയാണ് അണുബാധയ്ക്ക് കാരണമായതെന്നാണ് ബന്ധുക്കളുടെ മൊഴി. എന്നാൽ SIT-യിൽ അണുബാധയില്ലെന്നാണ് ഡോക്ടർമാർ മൊഴി നൽകിയിരിക്കുന്നത്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഈഡൻ ഗാർഡൻസിലാണ് ആദ്യ മത്സരം. 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഈഡൻ ഗാർഡൻസ് ഒരു ടെസ്റ്റ് മത്സരത്തിന് വേദിയാകുന്നത്. ഓസ്ട്രേലിയക്കെതിരെ 2020 പരമ്പര നേടിയ ആത്മവിശ്വാസത്തിലാണ് ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘം. ഇന്ത്യൻ ബാറ്റിംഗ് നിര ശക്തമാണ്. KL രാഹുൽ, ഋഷഭ് പന്ത്, ധ്രുവ് ജുറേൽ എന്നീ 3 വിക്കറ്റ് കീപ്പർമാരുമായാണ് ടീം ഇന്ത്യ ആദ്യ മത്സരത്തിന് എത്തുന്നത്. ഒപ്പം പരുക്ക് ഭേദമായി എത്തിയ പേസർ കഗീസോ റബാദയിലാണ് ദക്ഷിണാഫ്രിക്കയുടെ മുഴുവൻ പ്രതീക്ഷകളും ഉള്ളത്.
ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ആദ്യ ടെസ്റ്റിന്റെ ടോസിനായി ഉപയോഗിക്കുന്ന നാണയത്തിന് ചില പ്രത്യേകതകളുണ്ട്. ടോസ് ഇടുന്നതോടെ ഒരു പുതിയ ചരിത്രം കൂടി പിറക്കുകയാണ്. നാണയത്തിന്റെ ഒരു വശത്ത് മഹാത്മാഗാന്ധിയുടെയും മറുവശത്ത് നെൽസൺ മണ്ടേലയുടെയും ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇരുവരോടുള്ള ആദരസൂചകമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. BCCIയും ക്രിക്കറ്റ് സൗത്ത് ആഫ്രിക്കയും സംയുക്തമായാണ് ഈ പ്രത്യേക നാണയം പുറത്തിറക്കുന്നത്.